അമ്മയുടെയോ കുഞ്ഞിൻ്റെയോ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഡോക്ടേഴ്സ് സിസേറിയൻ നിർദ്ദേശിക്കുന്നത്. എന്തെങ്കിലും എമർജൻസീസ് വന്നാലും നമുക്ക് സിസേറിയൻ ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. പേഷ്യൻസ് ഇപ്പോൾ ലേബറിലായിരിക്കും. പേഷ്യൻസ് പെയിൻ വന്ന് കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് ബേബിയുടെ ഹാർട്ട് ബീറ്റ് കുറയോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കൂടി വരുമോ ചെയ്യുമ്പോൾ ആ ബേബിക്ക് നമ്മൾ ഇംപെൻഡിങ് ഫീറ്റൽ ഡിസ്ട്രെസ് എന്ന് പറയും. അങ്ങനെ വരുന്ന കേസുകളിൽ നമ്മൾ എമർജൻസി ആയിട്ട് സിസേറിയൻ ചെയ്യാൻ പ്ലാൻ ചെയ്യും. പിന്നെ വരുന്നത് കുട്ടി മഷി ഇറക്കുവാണെങ്കിൽ, കുഞ്ഞിൻ്റെ വെള്ളം പോയി കഴിയുമ്പോൾ അതിനകത്ത് നമ്മൾ മഷി ഇറക്കിയതായിട്ട് കാണുവാണെങ്കിൽ നമ്മൾ സിസേറിയൻ ആയിരിക്കും പ്ലാൻ ചെയ്യുന്നത്. പിന്നെ പേഷ്യൻ്റ് നല്ല പെയിൻ വരുന്നുണ്ട്, പക്ഷേ സെർവിക്സ് ഡയലേറ്റ് ആവുന്നില്ല, ഗർഭപാത്രത്തിൻ്റെ വികസനം നടക്കുന്നില്ല. അങ്ങനെ വരുന്ന സമയത്തും നമ്മൾ സിസേറിയൻ ആയിരിക്കും പ്ലാൻ ചെയ്യുന്നത്. പിന്നെ പെട്ടെന്നുള്ള ബ്ലീഡിങ്, ആക്സിഡൻ്റൽ ഹെമറേജ് എന്ന് പറയും. പെട്ടെന്ന് മറുള്ള സെപ്പറേറ്റ് ആവോ അല്ലെങ്കിൽ ഏതെങ്കിലും വെസൽസിൽ നിന്ന് ബ്ലീഡിങ് വരുവാണെങ്കിൽ സിസേറിയന് നമ്മൾ എമർജൻസി ആയിട്ട് തന്നെ എടുക്കേണ്ടതാണ്. പിന്നെ വരുന്നത് കോഡ് പ്രൊലാപ്സ് എന്ന് പറയുന്നത്, അതായത് പുക്കിൾക്കുടി, കുഞ്ഞിൻ്റെ ജന്മം നടക്കുന്നതിന് മുമ്പ് തന്നെ പുക്കിൾക്കുടി മോളിൽ നിന്ന് യോനിയിലേക്ക് വഴുകി വരിക, അതിനാണ് നമ്മൾ കോഡ് പ്രൊലാപ്സ് എന്ന് പറയുന്നത്. അതൊരു സിവിയർ എമർജൻസിയാണ്, ഉടനെ തന്നെ സിസേറിയൻ ചെയ്യേണ്ടതാണ്.